ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാന്യനായ തങ്ങളവറുകളെ, ബഹുമാന്യരായ അലിക്കുട്ടി ഉസ്താദ് അവറുകളെ, വേദിയിലുള്ള സമസ്തയുടെ സമുന്നത നേതാക്കളെ, ബഹുമാന്യരായ ബാംഗ്ലൂരിലെ പ്രമുഖ വ്യക്തികൾ, സഹപ്രവർത്തകന്മാര്, പണ്ഡിതന്മാര്, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. അഭിസംബോധനക്ക് ഞാൻ സമയം കളയുന്നില്ല. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ ബാഖവിയൊക്കെ കാര്യങ്ങൾ ഉണർത്തി. അതിലപ്പുറം ബഹുമാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ തന്റെ സാമാന്യം ദീർഘമായ പ്രസംഗത്തിൽ ഇന്നത്തെ യോഗത്തിന്റെ, നമ്മൾ ഇവിടെ നടക്കുന്ന സെമിനാറിന്റെ ഉദ്ദേശം വിശദീകരിക്കുകയുണ്ടായി. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ ഭൂഖണ്ഡത്തില് ഈ ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യ അല്ല. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം കഴിഞ്ഞ് അധികം വൈകാതെ കടൽമാർഗവും കരമാർഗവും ഒക്കെ നമ്മുടെ ഈ അന്നത്തെ വിശാലമായ ഉപഭൂഖണ്ഡത്തിലേക്ക് ഇസ്ലാം വന്ന കാലഘട്ടം വെളിച്ചവുമായാണ് വന്നത്, ശാസ്ത്രവുമായാണ് വന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഇന്ന് നാം പറയുന്ന എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവുമായി ആണ് വന്നത്. ആ സമയത്ത് ഈ ഉപഭൂഖണ്ഡം മുഴുവൻ ഇരുളടഞ്ഞ് കിടക്കുകയായി. ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ യാതൊരുവിധ വിദ്യാഭ്യാസവുമില്ല. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിന് പല രൂപമുണ്ട്. മനുഷ്യന്റെ പ്രാഥമിക ജീവിതം തന്നെ അറിയില്ലെങ്കിൽ പരസ്പരം കൊന്നുതിന്നും, അതുപോലെ തന്നെ യാതൊരുവിധ സംസ്കാരം ഇല്ലാതെയും എവിടെന്ന് വന്നു, എന്തിനു വന്നു, എന്ത് തിന്നണം, എന്ത് കഴിക്കണം, എന്താണ് മനുഷ്യൻ എന്നുപോലും അറിയാത്ത കാട്ടിലെ മൃഗങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം, പ്രാകൃത യുഗം മനുഷ്യനുണ്ടായിരുന്നു. ആ പ്രാകൃത യുഗത്തിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്താൻ, മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത്. അല്ലാഹു അതാത് കാലഘട്ടങ്ങളിൽ വിശേഷ ബുദ്ധി കൊടുത്ത മനുഷ്യന്മാരെ, മനുഷ്യ സമൂഹത്തെ അതാത് കാലഘട്ടത്തിൽ ഇതല്ല ജീവിതം, ഇതല്ല രീതി, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അർത്ഥവത്തായ ഒന്നാണ്. കാര്യകാരണ സഹിതം സൃഷ്ടിച്ച ഒരു ജീവിയാണ് മനുഷ്യൻ. ഈ ജീവികളിൽ വെച്ച് ഏറ്റവും ഉന്നതരാണ്. ആ മനുഷ്യന് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വളരെ പ്രാകൃത കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യനെ ഇന്ന് ഞാൻ പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ, അഭ്യസ്തവിദ്യയുടെ, സംസ്കാരത്തിന്റെ, സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ യുഗത്തിലേക്ക് കൊണ്ടുവരാൻ ആദ്യ കാലഘട്ടം മുതൽ പ്രവാചകന്മാർ ശ്രമിച്ചു. ആ പ്രവാചകന്മാരെ പിൻപറ്റിക്കൊണ്ട് ഒരുപാട് പണ്ഡിതന്മാരും ആളുകളും അതുപോലെ തന്നെ അവരുടെ അനുയായികളുമൊക്കെ അതാത് മനുഷ്യ സമൂഹങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതിന്റെ അവസാന രൂപമാണ് ലോകത്തെ, ഇരുളടഞ്ഞു കിടക്കുന്ന ലോകത്തെ, ഇന്നത്തെ നാമൊക്കെ പറയുന്ന സത്യവും നീതിയും ധർമ്മവും ദയയും ഒക്കെ പുലരുന്ന, മനുഷ്യത്വം പുലരുന്ന, മാതാപിതാക്കളെയും അതുപോലെ തന്നെ കുട്ടികളെയും അതുപോലെ തന്നെ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ സ്നേഹിക്കുന്ന ഇന്നത്തെ സിവിലൈസ്ഡ് സൊസൈറ്റി, മനുഷ്യൻ എന്ന, മനുഷ്യ സമൂഹം എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് അതാത് കാലഘട്ടത്തിൽ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരും അവരെ പിൻപറ്റി വന്ന അനവധി പണ്ഡിതന്മാരും അവരുടെ അത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടവരുമൊക്കെയാണ്. ആ കാലഘട്ടത്തിന്റെ അവസാനമാണ്, നമുക്കൊക്കെ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം. അത് കഴിഞ്ഞ് അധികം വൈകാതെ ഈ നമ്മുടെ രാജ്യത്ത്, ഈ ഭൂഖണ്ഡത്തിലേക്ക് ഇസ്ലാമിക വെളിച്ചം വന്നു. ഇന്ന് ആരെന്ത് പറഞ്ഞാലും ശരി, നമ്മുടെ ഈ രാജ്യത്തിനും അതുപോലെ തന്നെ അയൽരാജ്യങ്ങൾക്കും ഇവിടെയുള്ള ലോകത്തിനു മുഴുവനും വിജ്ഞാനം പകർന്നു കൊടുക്കുക. ഇവിടെ ബാഖവി പറഞ്ഞതുപോലെ ശാസ്ത്രവും അതുപോലെ തന്നെ അതുപോലെയുള്ള എല്ലാ ശാഖകളുമൊക്കെ, അതിലൊക്കെയുള്ള പാണ്ഡിത്യമൊക്കെ അന്ന് ഏറ്റവും അധികം ഉണ്ടായിരുന്നത് ഈ വിജ്ഞാനം പ്രചരിപ്പിക്കാൻ ഇവിടെ വന്ന ആളുകളിലായിരുന്നു. ആ കാലം തൊട്ട് മിഷണറീസ്
പ്രവാചകന്മാരുടെ അനുയായികൾ, അതുപോലെ തന്നെ പണ്ഡിതന്മാര്, അങ്ങനെയുള്ള ആളുകൾ കേരളത്തിലും ഈ ഭൂഖണ്ഡത്തിലൊക്കെ വന്ന് ധാരാളം പ്രവർത്തിച്ചു. എനിക്കേറെ പരിചയമുള്ള, നിങ്ങൾക്കേറെ പരിചയമുള്ള നമ്മുടെ ഈ ദക്ഷിണേന്ത്യ ഉദാഹരണമായി എടുത്ത് പറയാണ് എന്നുണ്ടെങ്കിൽ വലിയ പണ്ഡിതന്മാരും ഒക്കെ ഇവിടെ വന്ന് തങ്ങന്മാരവര് അതാത് സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സാമൂഹ്യ പ്രവർത്തകരായിരുന്നു. ഇപ്പൊ പാണക്കാട് സയ്യിദ് കുടുംബത്തെ പറ്റി നമ്മൾ പറയുന്നു, അതിന് മുമ്പുള്ള അതിന്റെ പരമ്പരകളെക്കുറിച്ച് നമ്മൾ ബാഫകിത്തങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ ആ കാലത്തൊക്കെ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ അവരാരാണ്? ഈ പരമ്പരയില് ഈ ഒരു അനുസ്യൂതം തുടർന്നു വന്ന ഈ പ്രക്രിയയിൽ വന്ന വലിയ പണ്ഡിതന്മാർ, അവരുടെ പ്രവർത്തന ഫലമായി നാട്ടിൽ വിവരവും വിജ്ഞാനവും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എല്ലാ കാലഘട്ടത്തിലും ഇന്നത്തെ പോലെ സ്കൂൾ കോളേജ് അങ്ങനെയല്ലല്ലോ. ഓരോ കാലഘട്ടത്തിലും അന്ന് ലഭ്യമായ മുന്തിയ തരം വിദ്യാഭ്യാസം സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. അന്നത്തെ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഉദാഹരണത്തായി പറഞ്ഞാൽ കൂട്ടത്തോടെയുള്ള രോഗം വന്ന് വീട്ടിലെ നാഥന്മാരും മുഴുവൻ മരണപ്പെട്ടു പോകുമ്പോൾ സ്ത്രീകൾ മാത്രമാവും അനാഥ കുട്ടികൾ വലിയ ഒരു ചോദ്യചിഹ്നമായിരുന്നു നമ്മുടെ അന്നത്തെ സമൂഹത്തിന്റെ മുമ്പിൽ. ആ അനാഥ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി യതീംഖാനകൾ വന്നു. അന്നത്തെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നങ്ങളിൽ അവരൊക്കെ ഇടപെട്ടിരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അറബി കോളേജുകൾ വന്നു, ദർസുകൾ വന്നു. അങ്ങനെയുള്ള ആ പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന്റെ പ്രവർത്തനം കൊണ്ട് മുസ്ലിം സമുദായത്തിനും അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്കും അതിന്റെ ഗുണം പൊതുവിൽ സമൂഹത്തിനുണ്ടായി എന്ന് നമ്മൾ പറയുമ്പോ അവിടെ എടുത്തു പറയേണ്ട ഇന്ത്യ രാജ്യത്ത് ഒട്ടേറെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് സമസ്തയുടെ പ്രവർത്തനം, പണ്ഡിതന്മാരുടെ പ്രവർത്തനം അന്നും ഇന്നും ഉണ്ടായത്. അന്നത്തെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടായിരുന്നു, ഇതര സമൂഹത്തെ ബഹുമാനിച്ചുകൊണ്ടായിരുന്നു. തങ്ങളിപ്പോ ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞു, നിർബന്ധം ചെലുത്തി മതപരിവർത്തനവും അതുപോലെ തന്നെ മതപ്രചരണവും ഒന്നുമില്ല. സ്നേഹിച്ചുകൊണ്ടും അതുപോലെ തന്നെ സഹായിച്ചുകൊണ്ടും അതുപോലെ തന്നെ അറിവ് പകർന്നു കൊടുത്തുകൊണ്ടുമൊക്കെ ഇതാണ് ശരി. ഏക അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ആ പ്രവാചകൻ പഠിപ്പിക്കുന്നതാണ്, അതുപോലെ തന്നെ ഇതാണ് വിജ്ഞാനം എന്ന് പറഞ്ഞ് അത് സ്വീകരിക്കാൻ മനസ്സുള്ളവർ സ്വീകരിച്ചും അങ്ങനെയൊക്കെ ഇസ്ലാമിക പ്രചരണം നടത്തി പ്രവർത്തിച്ച പാരമ്പര്യമാണ് ഈ ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിൽ നമ്മുടെ ദക്ഷിണേന്ത്യയിലൊക്കെ പ്രത്യേകിച്ചും. അല്ലാതെയും പല രാജ്യങ്ങളിലും പല രൂപങ്ങളുണ്ട്, പല ചരിത്രമുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല, എല്ലാ തർക്കങ്ങളിലേക്കും പോവാനല്ല. നേരെ മറിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പരമ്പരാഗതമായി അനുവർത്തിച്ച് പോന്ന ഒരു രീതി, അതിനൊരു ഘട്ടം വന്നപ്പോ രാഷ്ട്രീയ ശക്തി ആവശ്യമാണ് എന്ന് വന്നു. രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇങ്ങനെ വലിയ ഒരു അടിത്തറ ഉണ്ടായി വരുമ്പോ പൊളിറ്റിക്കൽ പവറോ അതിനൊക്കെ താനെ അതിന്റെ കൂടെ വരുന്ന ഘടകങ്ങളാണ്. കാരണം ആളുകൾക്ക് ജനാധിപത്യ ക്രമത്തിൽ ഒരു ആളുകൾക്ക് അവർക്ക് ഒരു പങ്ക് അതുണ്ടാവുകയാണ്. അതില്ലാതാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. നേരത്തെ ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞു, കാരണം ഒരു സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഒരു വോയിസ് ഇല്ലാതായാൽ ജനാധിപത്യത്തിൽ അതൊരുപാട് പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. നിയമങ്ങൾ മാറും, പ്രശ്നങ്ങൾ മാറും, മതവിശ്വാസത്തിൽ ഇടപെടും, മതസ്ഥാപനങ്ങളിൽ വേണ്ട വിധം മതസ്ഥാപനങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള പല സാമൂഹിക പ്രശ്നങ്ങളും ഉണ്ടാവും. എല്ലാവർക്കും നീതി, എല്ലാവർക്കും ന്യായം, എല്ലാവരോടും തുല്യ സമീപനം, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം, അവനവന്റെ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും അതുണ്ടാവണം. ആ ഒരു ഇക്വാലിറ്റി അതിനുവേണ്ടി ഉള്ള പ്രവർത്തനത്തിലാണ്. അതിലും സമസ്ത ഇടപെട്ടു. സമസ്തയുടെ ഈ പ്രവർത്തനം, സമസ്തയുടെ ഈ പാരമ്പര്യം അങ്ങേയറ്റം സഹായിച്ചു. അതാണ് കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ പരീക്ഷണമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ സാധിച്ചത്. ഇന്നിപ്പോ ഒരു സ്റ്റേജിലെത്തി. ആ പ്രവർത്തനം ഒരു മാതൃകയാണ്. ആ പ്രവർത്തനം ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി, ഞാൻ അതുമാത്രം പറയാനാണ് ഇത്രയും ഇതിന്റെ മുഖവര പറഞ്ഞത്. ആ പ്രവർത്തനം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഏതെല്ലാം രംഗങ്ങളിൽ വ്യാപിക്കണം. ബഹുമാനായ പാണക്കാട് സയ്യിദ് ശാബ്ദങ്ങൾ ഇവിടെ ഉണ്ട്. കേരളത്തിലെ മുസ്ലിം സമുദായം എന്നും ഒരു ലീഡർഷിപ്പ് അംഗീകരിച്ച് പോന്നതിന്റെ ഗുണം അവിടെ കാണാനുണ്ട്.
മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരു നേതൃത്വമുണ്ട്, ഒരു നാഥനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ടായിരുന്നു, പാണക്കാട് പൂക്കോയ തങ്ങളുണ്ടായിരുന്നു, സെയ്ദ് അബ്ദുറഹ്മാൻ ബാഹുവി തങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരു ലീഡർഷിപ്പ് അനുവർത്തിച്ച് പോന്നതിന്റെ ഗുണം അവിടെ വന്നു. അള്ളാഹു ആ ഗുണം എന്നും നിലനിർത്തി തരട്ടെ. നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഒരു നാഥൻ ഇല്ലായ്മ വന്നാൽ വാളെടുത്തവൻ മുഴുവൻ വെളിച്ചപ്പാടാവും. വാളെടുത്തവൻ മുഴുവൻ വെളിച്ചപ്പാടായ ഒരു കാര്യം എവിടെ എത്താൻ പോകുന്നില്ല, ഒരു കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ സമൂഹം പലതായി പിരിയും. പലതായി പിരിയുന്നതിനെ നമ്മൾ എതിർക്കുന്നത് കൊണ്ടാണ്. പലതായി പിരിഞ്ഞിട്ടൊരു കാര്യമില്ല, ഉള്ള ശക്തി ചോർന്നു പോവുകയുള്ളൂ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സംഭവിച്ചത് മുസ്ലിം സമുദായം വളരെയധികമുള്ള സ്ഥലങ്ങളിൽ പോലും ഭിന്നിപ്പിന്റെ ഫലമായി അവിടെയൊക്കെ മുസ്ലിം സമുദായത്തിന്റെ ഒരു എന്താ പറയാ സമാധാനപരമായ ജീവിതത്തെ ദോഷം ബാധിക്കുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ ശക്തികൾ ജയിച്ചു വന്നു. ഞാനൊരു രാഷ്ട്രീയ പ്രസംഗത്തിലൊന്നും ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷേ ഇസ്ലാമിക വിശ്വാസവും പ്രചരണവും മൈനോറിറ്റിക്ക് തുല്യ നീതിയുമൊക്കെ കിട്ടുന്ന സെക്യൂലർ ഫോഴ്സസിൽ ഉള്ള ഭിന്നിപ്പ് കൊണ്ട് അവിടങ്ങളിലൊക്കെ ഫാസിസ്റ്റ് ഫോഴ്സുകൾ ജയിക്കുന്ന സ്ഥിതി ഉണ്ടായി. ആ സ്ഥിതി ഉണ്ടാവാതെ ഭിന്നിപ്പിന്റെ ഗുണതാണ്, വിഘടനത്തിന്റെ ഗുണതാണ്. അതുപോലെ തന്നെ ഭിന്നിച്ച് പിന്നെയും ചെറുതായി പോകുന്നതിന്റെ ദോഷം അതാണ്. അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പിന്റെ പിന്നിൽ അണിനിരക്കണം. ലീഡർഷിപ്പിന്റെ പിന്നിൽ അണിനിരന്നാൽ ബാക്കിയൊക്കെ വന്നോളും. എഡ്യൂക്കേഷൻ വന്നോളും, അതുപോലെ തന്നെ പുരോഗതി വന്നോളും, വളർച്ച വന്നോളും, വികസനം ഉണ്ടായിക്കോളും, സാക്ഷരത വന്നോളും, IT സാക്ഷരത വന്നോളും. ഇതൊക്കെ കേരളത്തിലെ പരീക്ഷണത്തിൽ നമ്മൾ കണ്ടു. ഇതര സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള നല്ല പ്രവണതകളുണ്ട്. ഈ കർണാടക നമുക്കറിയാം, നല്ല പ്രവർത്തനങ്ങൾ, മതപരവും അതുപോലെ തന്നെ ഭൗതികവുമായ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ അതിന് ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിവുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സഹായം എത്തിക്കുന്നത്, പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് തീർച്ചയായും നല്ലതാണ്. ജീവകാരുണ്യ പ്രവർത്തനം ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. സത്യത്തിൽ ഇന്ന് നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെയുള്ള ഒരു സ്റ്റേറ്റേക്കാൾ വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള സ്റ്റേറ്റുകൾ ഉണ്ട്, സ്ഥലങ്ങൾ ഉണ്ട്. അതിന് ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിയണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു പ്രവർത്തനത്തിനാണ് ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഇപ്പോ പ്രോഗ്രാം ഇടുന്നത്, കമ്മിറ്റി ഉണ്ടാക്കുന്നത്. അത് വലിയൊരു സംഭവമാണ്. അതിൽ ഞങ്ങളുടെയൊക്കെ സമസ്തയുടെ ഭാഗമായി പ്രവർത്തിച്ച, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അനവധി നേതാക്കന്മാർ മർമറിഞ്ഞുപോയി. ഇന്ന് അനവധി ആളുകളുണ്ട്. അതൊരു ടീമുണ്ട്, ഒരു വളണ്ടിയർമാർ തന്നെയുണ്ട്. സമസ്തയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ എന്നും അതിന്റെ ഭാഗമായി ഉണ്ടാവും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇരിക്കുന്ന മലയാളികളല്ലാത്ത സുഹൃത്തുക്കളുണ്ട്. ഐ വാണ്ട് ടു assure them, Kerala state and Kerala state, all the organizations, political parties, which are all very much working very much in turn with Samasta Kerala Jamiyatul Ulama. We all will be with you. We all will be steadfastly with all of you. That is what I want to assure at this time. ഇവിടെ കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. അനവധി പണ്ഡിതന്മാരൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. തങ്ങളുടെ കൂടെ ഇവിടെ വന്ന് നാളെ അസംബ്ലി ഉള്ളതുകൊണ്ട് ഉടനെ തിരിച്ചു പോകേണ്ടതുണ്ട്. ഈ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് ഞാൻ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ, കാരണം ഐക്യത്തോടുകൂടി എന്തു തന്നെയാണ് വിശ്വാസ പ്രമാണങ്ങളിലുള്ള ഐക്യമാണ് ഏറ്റവും വലിയ ഐക്യം. സമസ്ത എപ്പോഴും പ്രതികരിക്കുന്നത് സമാധാനപരമായ അന്തരീക്ഷം, മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ, സഹവർത്തിത്വത്തിന്റെ അന്തരീക്ഷത്തിൽ മതവിശ്വാസം പ്രചരിപ്പിക്കുകയും കുട്ടികളെ മതം പഠിപ്പിക്കുകയും ദാനധർമ്മങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഭൗതിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ്. അങ്ങനെയുള്ള സ്ത്രീ വിദ്യാഭ്യാസം അടക്കം എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ്. അതിന്റെ ഗുണം സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. ആ ഗുണം ഇപ്പോ പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് കൂടി എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമമാണ് ഇന്ന് ഈ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന സമ്മേളനം. അത് വിജയിക്കുക തന്നെ ചെയ്യും. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.
عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم. കേരള മുസ്ലിംകളുടെ ആത്മീയ നേതാവ്, നമ്മുടെ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നായകൻ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ, ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സുന്നിയുടെ സംഘത്തിന്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ, പ്രവർത്തകർ, ഉലമാക്കൾ, ഉമറാക്കൾ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. 90 വർഷം മുമ്പ് നിലവിൽ വന്ന മഹത്തായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന്റെ ഒന്നാമത്തെ ഘടകം വിദ്യാഭ്യാസ ബോർഡ്. ലോകത്തെവിടെയും ഇല്ലാത്ത അത്രയധികം മതസ്ഥാപനങ്ങൾ, പ്രാഥമിക, ഉപരി പ്രാഥമിക, ഉയർന്ന വിദ്യാഭ്യാസം വരെയുള്ള സ്ഥാപനങ്ങളും മറ്റും നടത്തിവരുന്ന സംഘടന. രണ്ടാമത്തെ ഏറ്റവും വലിയ അതിന്റെ സംഘടന സുന്നിയന സംഘം. പ്രായമുള്ള നമ്മുടെ ഉലമാക്കൾക്ക് ഒരു ഊന്നുവഴി എന്ന നിലയിൽ സുന്നിയന സംഘം നിലവിൽ വന്നു. അതിന്റെ നേതൃനിരയിൽ ഒരുപാട് ആളുകൾ വന്നു. കുറച്ചു മുമ്പ് ബഹുമാനപ്പെട്ട വാപ്പു മുസ്ലിയാരും ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയത്തങ്ങളും ചേർന്നുകൊണ്ട് ഇതൊന്ന് വിപുലീകരിക്കണം എന്ന നിലയിൽ ഒരു പരിപാടി ആവിഷ്കരിക്കുകയും അതിന്റെ പ്രവർത്തനം തുടങ്ങിവെക്കുകയും ചെയ്തു. പിന്നീട് 50-ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ 1.5 മില്യൺ ആളുകൾ പങ്കെടുത്ത ചരിത്ര പ്രസിദ്ധമായ പ്രധാനമായ സമ്മേളനത്തിൽ വെച്ച് ഒരു ആൾ ഇന്ത്യ ഘടകം, ദേശീയ തലത്തിൽ ഒരു ഘടകം ആക്കി ഇതിനെ ഉയർത്തണം എന്ന അഭിപ്രായം വരികയും അതിന്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. അതിനിടയിൽ തങ്ങൾ ക്ഷീണിതനാവുകയും വഫാത്താവുകയും ചെയ്തു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. പിന്നീട് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ സംഘടന മുന്നോട്ട് പോയത്. ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ, പ്രബോധന കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. 60-ാം സമ്മേളനം കാസർഗോഡ് വെച്ച് നടക്കുമ്പോഴാണ് വീണ്ടും ഇതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ നാം തീരുമാനിച്ചത്. അതിനിടയിൽ ഹൈദരാബാദിൽ വെച്ച് 2-3 സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. സമ്മേളനം എന്ന് പറഞ്ഞാൽ കൂടിയാലോചന സമിതികൾ. അതിലൊക്കെ വെച്ച് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ കാര്യമായി എടുത്തുകൊണ്ടുള്ള ഒരു സമിതി ഉണ്ടാക്കണമെന്നാണ് തീരുമാനിച്ചത്. കാസർഗോഡ് വെച്ച് നമ്മൾ ചേർന്നപ്പോൾ അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെയാവണമെന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരെ അതിലേക്ക് ചേർക്കണമെന്നും അഭിപ്രായപ്പെട്ടു. അതനുസരിച്ച് പേഴ്സണൽ ലോ ബോർഡുമായി ഞാൻ ബന്ധപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറെ ആളുകളും നമ്മുടെ മറ്റ് സംഘടനാ നേതാക്കളും പ്രവർത്തകന്മാരുമായി ബന്ധപ്പെട്ട കുറച്ചാളുകളും അവരെല്ലാം കൂട്ടി അതിനെ വിപുലീകരിച്ചിരിക്കുകയാണ്, വിപുലീകരിക്കാൻ വിചാരിക്കുകയാണ്. അതനുസരിച്ച് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ബർക്കത്താക്കപ്പെട്ട ദിവസം എന്ന് പറഞ്ഞ് ഏപ്രിൽ മാസത്തിലാണ് ഈ സമ്മേളനം ചേരേണ്ടിയിരുന്നത്. 5000 പ്രതിനിധികൾ പ്രതീക്ഷിച്ചതാണ്, ബസ്സുകൾ നിശ്ചയിച്ചതാണ്. പക്ഷേ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം, കാവേരി പ്രശ്നവുമായി ബന്ധപ്പെട്ട് 100-ലേറെ സംഘടനകൾ സമരവുമായി ബന്ധപ്പെട്ടതിനാൽ ഇങ്ങോട്ട് വരാനും ആ പരിപാടി നടത്താനും പറ്റാത്ത സാഹചര്യത്തിൽ അത് നീണ്ടുപോയി. അതിനെപ്പറ്റി തങ്ങളോട് സൂചിപ്പിച്ചത് ബർക്കത്താക്കപ്പെട്ട ഒരു മാസം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും ബർക്കത്ത്. ആ ബർക്കത്ത് ഉള്ള ഒരു ദിവസത്തിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് അവറുകൾ ഈ കമ്മിറ്റിന്റെ പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. ഇത്ര വിശാലമായ ഒരു രാജ്യത്ത് നടത്തുന്ന ആ
സമിതിക്ക് പ്രയാസങ്ങളുണ്ട്, ഒക്കെയുണ്ട്. എന്നാലും ലോകത്തെ ഏറ്റവും വലിയൊരു സംഘടന എന്ന് നാം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇന്ന് അറബ് ലോകങ്ങൾ, അറബേതര ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക, ഇത്രയധികം 10,000 മദ്രസകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, ഷിഹാബ് തങ്ങളുടെ കാലത്തുണ്ടായ വലിയ മുന്നേറ്റം, ജാമിയ നൂരിയക്ക് 57 സഹസ്ഥാപനങ്ങൾ വന്ന സന്ദർഭം, പ്രവർത്തിക്കാൻ പറ്റുന്ന ചുണക്കുട്ടികൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ മക്കളിലും പേരമക്കളിലും ബാഫകിത്തങ്ങളും പൂക്കോയത്തങ്ങളും കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിന്റെ സന്തതികൾ ഇഷ്ടം പോലെണ്ണുണ്ട്. ഒന്ന് മെനക്കെട്ടാൽ ഇതൊന്നും പ്രശ്നമാവുകയില്ല. ബർക്കത്താക്കപ്പെട്ട ഈ ദിവസത്തിൽ ബർക്കത്താക്കപ്പെട്ട ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് ഉച്ചരിക്കപ്പെടുന്ന ഇത് തീർച്ചയായും ഇന്ത്യൻ മുസ്ലിംകൾക്ക്, ലോക മുസ്ലിംകൾക്ക് നേതൃത്വം നൽകാൻ പറ്റുന്ന, അവരുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായി, ഒരു സംഘടനയായി ഇത് വളരും. അള്ളാഹു വളർത്തുമാറാവട്ടെ. തങ്ങളവറുകൾ അദ്ദേഹത്തിന്റെ ബർക്കത്താക്കപ്പെട്ട കരങ്ങൾ ഈ കടലാസ് നൽകപ്പെട്ടിട്ടുണ്ട്. തങ്ങളെ ഇതിന്റെ ചീഫ് അഡ്മിറലായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നുള്ള ഞങ്ങളുടെ എല്ലാ സന്ദർഭത്തിലും ഒപ്പമുണ്ടാകുന്ന ഒരു വലിയ ഫഖീഹും അവിടുത്തെ ഒരു മുഫ്തിയും സൂഫിയുമായ, ഞാൻ ഹജ്ജിന് പോയതാ, എന്നാലും എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തെ അധ്യക്ഷനായി കുറച്ച് ആൾക്കാരും ചേർത്തുകൊണ്ടാണ് ആ സംഘടന രൂപീകരിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബർക്കത്തും ഇതിന്റെ ആളുകൾക്ക് നൽകുമാറാവട്ടെ. തങ്ങളാളുകൾ ബർക്കത്താക്കപ്പെട്ട ഈ ദിവസം, ബർക്കത്താക്കപ്പെട്ട ഈ മാസം അതിന്റെ പ്രഖ്യാപനം നടത്തും. അല്ലാഹു യുവഫിഖു ലികുല്ലി ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിന്റെ പ്രഖ്യാപനം നടത്തുന്നതിനു വേണ്ടി നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരുകളെ ബഹുമാനാദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകമായ സുന്നി യുവൻ സംഘം SYS, അതിന്റെ ദേശീയ സമിതി ഇവിടെ അലിക്കുട്ടി മുസ്ലിയാർ തുടക്കത്തിൽ പറയുകയുണ്ടായി. പ്രസിഡന്റായിക്കൊണ്ട് മൗലാന മുഫ്തി ഖലീൽ അഹമ്മദ് ഹൈദരാബാദ്, വൈസ് പ്രസിഡന്റ് ഹാഫിദ് റാഷിദ് അഹമ്മദ് ചൌധരി ഡൽഹി, അബ്ദുൽ ഖുദ്ദൂസ് മിരുഗോം ആസാം, ഡോക്ടർ മുനീറുദ്ദീൻ അഹമ്മദ് ബീഹാർ, വലിയുദ്ദീൻ റഹ്മാൻ പശ്ചിമ ബംഗാൾ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ കേരള, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, അബ്ദുള്ള സയ്യിദ് ലക്ഷദ്വീപ്, നവാസുൽ ഹക്ക് ബർഹട്ട ഘട്ട, ഖാരി മുഹമ്മദ് ഖമറുദ്ദീൻ ബിഹാർ, മെമ്പർ ഹാജി കെ മുഹമ്മദ് ഫൈസി, ഹാജി മുംതാസുദ്ദീൻ അഹമ്മദ്, അബ്ദുല്ല കർസി അൽ അസ്ഹരി, അബ്ദുൽ ഗഫൂർ കാസിമി, മെട്രോ മുഹമ്മദ് ഹാജി, സയ്യിദ് ജാഫർ നവാസ്, നമുക്ക് സ്ഥലം തന്ന മാന്യവർ, ഇവർക്കെല്ലാം നല്ല രീതിയിലൂടെ നമ്മുടെ സംഘടനയെ മുന്നോട്ട് നയിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുള്ള എല്ലാ കരുത്തും അവർക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. നമ്മുടെ MA ഹാരിസ് സാഹിബ് 2 വാക്ക് സംസാരിക്കുന്നു. Sitting here, not going.
അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവர்களே, ബഹുമാനപ്പെട്ട മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവர்களே, ബഹുമാനപ്പെട്ട ഡോക്ടർ എം.എ. മുഹമ്മദ്, എ.ബി. ഖാദർ ഹാജി, മറ്റു വേദിയിലിരിക്കുന്ന എല്ലാ ഉലമാക്കളെ, മുഖ്യ അതിഥികളെ, വളരെ സന്തോഷമുണ്ട് ഇന്ന് SYSന്റെ നാഷണൽ മീറ്റ് പങ്കെടുക്കാൻ വേണ്ടി വന്നതിൽ. ഇതുവരെ നമ്മളെല്ലാം കേട്ട പ്രസംഗം ഒന്നിക്കുക, ഒന്നായി ജീവിക്കുക, മനുഷ്യനാകുക, അതായിരുന്നു ഈ പ്രസംഗങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒന്നായി പോകണം. സംഘടന നിർബന്ധമാണ്. പക്ഷേ സംഘടിച്ച് നമ്മൾ ചെറുതാവരുത്, സംഘടിച്ച് നമ്മൾ വലുതാവണം. സുന്നി എന്ന് പറയുന്ന നമ്മളെല്ലാവരും അതിലെല്ലാവരും പെട്ടു. പക്ഷേ ആരാ സുന്നി എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കും. അത് ആവാൻ പാടില്ല. നമ്മളെല്ലാവരും തീർച്ചയായും നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളെ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന എല്ലാ സുന്നികളും ഒന്നായി ചേർന്ന്, തീർച്ചയായും കേരളത്തിൽ മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മുസ്ലിമുകൾക്ക് നടത്താൻ പറ്റുന്നുണ്ട് അവിടെ. Maybe it is just an example that only Kerala has it, not every other state. But though I am from Congress party, I really feel very proud of Muslim League. The activities and the works they do in Kerala. They bring a lot of dignity to the community. So I think all this makes us understand that we all need to go together. And especially, it is not only Muslims alone. Islam has always spoken about the humanity, the entire humankind. We are responsible to take everyone along with us. And that is what I think in India, as a secular country, we are all supposed to do. We all need to go together. And I wish once again all the best, my good wishes to SYS and the Muslim League Party and all other organizations working towards development of this country. Thank you. Assalamu alaikum. ബഹുമാനപ്പെട്ട SYSന്റെ ദേശീയ സമിതി, എന്റെ ചീഫ് ആർട്ടർ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. ഒന്നുകൂടെ വായിക്കുകയാണ്. പ്രസിഡന്റ് മൗലാന മുഫ്തി ഖലീൽ അഹമ്മദ് ഹൈദരാബാദ്, വൈസ് പ്രസിഡന്റുമാർ ഹാരിസ് റാഷിദ് അഹമ്മദ് ചൌധരി ഡൽഹി, അബ്ദുൽ ഖുദ്ദൂസ് മുരിഗാം ആസാം, ഡോക്ടർ മുനീറുദ്ദീൻ അഹമ്മദ് ബീഹാർ, വലിയുദ്ദീൻ റഹ്മാൻ പശ്ചിമ ബംഗാൾ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ കേരള, ജോയിന്റ് സെക്രട്ടറിമാർ ഡോക്ടർ ബഹാവുദ്ദീൻ നബവി, ഹംദുല്ല സയ്യിദ് ലക്ഷദ്വീപ്, നവാസുൽ ഹഖ് ബാർപേട്ട, ട്രഷറർ ഖാരി മുഹമ്മദ് ഖമറുദ്ദീൻ ബീഹാർ, മെമ്പർമാർ ഹാജി കെ മുഹമ്മദ് ഫൈസി, എഞ്ചിനീയർ മുംതാസുദ്ദീൻ അഹമ്മദ്, അബ്ദുള്ള ഖുറഷി അൽ അസ്ഹരി ആന്ധ്രാപ്രദേശ്, അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി കേരള, മെട്രോ മുഹമ്മദ് ഹാജി കേരള, സയ്യിദ് ജാഫർ നവാസ് കർണാടക. ഒരു പ്രബന്ധം അവരുടെ പ്രമേയം അവതരിപ്പിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും ഫലപ്രദമായ മാർഗമായി ഇസ്ലാം ആവിഷ്കരിച്ച സക്കാത്ത് സംവിധാനം കാര്യക്ഷമമായി നടത്തുക വഴി ഇന്ത്യയിലെ അധസ്ഥിത സമൂഹത്തെ പരാധീനതയുടെ അടിത്തട്ടിൽ നിന്ന് കൈപിടിച്ചുയർത്താൻ മുസ്ലിം സമൂഹം മുന്നോട്ട് വരണം. ഈ വിഷയത്തിൽ കൂടുതൽ ബോധവൽക്കരണം നടത്താൻ മുസ്ലിം നേതാക്കളും പണ്ഡിതന്മാരും തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഉത്തരേന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ ഖാദിമാർക്ക് ഗവൺമെന്റ് നൽകിയ പ്രത്യേക അധികാരം ദക്ഷിണേന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ ഖാദിമാർക്കും കേന്ദ്ര ഗവൺമെന്റ് നൽകണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. മുസ്ലിങ്ങളിലെ ധനികരിൽ നിന്നും പണം ശേഖരിച്ച് പാവപ്പെട്ടവരെ സമുദ്ധരിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കാനുള്ള സൗകര്യം
ഇതുവഴി ആലിമാർക്ക് ലഭ്യമാകുമെന്നും സമ്മേളനം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. അവതാരകൻ ഹമീദ് ഫൈസി, അനുവാദകൻ നാസർ ഫൈസി കൂടത്തായി. ഈ പ്രമേയം സദസ്സ് പാസാക്കിയല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട എൻ എ മുഹമ്മദ് സാഹിബ് 2 വാക്ക് സംസാരിക്കുന്നു. ഇതിനിടയ്ക്ക് 1-2 പ്രമേയങ്ങൾ കൂടിയുണ്ട്. സുബൈർ ഹുദബിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. 3 പ്രമേയങ്ങൾ ചുരുക്കി. ഒന്ന്, റോഹിംഗ്യ മുസ്ലിങ്ങളുടെ പരിതാപകരമായ അവസ്ഥയിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടണം അയൽരാജ്യം എന്ന രീതിയിൽ എന്ന് പറയുന്ന ഒരു പ്രമേയമാണ്. The entire world is in shock and awe seeing the pathetic condition of Rohingya Muslims and inhuman and cruel treatment against them by the racist government of Myanmar and extremist Buddhist organizations there. It is extremely painful to see thousands of Rohingya Muslims are desperately wandering in the offshores without being accepted as refugees by any of the neighboring countries, while another tens of thousands live in persecution and torture in their own lands. This National Delegates Conference by Sunni Vajana Sangham strongly condemn the human rights violation against Rohingyas and demand the Indian government to do the needful using its power and status in the region to end the inhuman conditions of Rohingyas. രണ്ടാമതൊന്ന്, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഇന്ത്യയിൽ ഉടലെടുത്ത കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ച ഒരുപാട് നയപരിപാടികളും സ്കീംസും ഒക്കെ പുതിയ ഗവൺമെന്റ് നിർത്തലാക്കുകയോ അതിനുവേണ്ടി ബജറ്റ് അലോക്കേഷൻ നടത്താതിരിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് പല അത്തരം സ്കീമുകളും ദയനീയാവസ്ഥയിലാണ്. അത് തുടർന്നു പോകാൻ ഗവൺമെന്റിനോട് ഈ സമ്മേളനം ആവശ്യപ്പെടുന്ന ഒരു പ്രമേയമാണ്. Following the Sachar Committee report, which drew a mind-opening picture on the backwardness of Muslims in India, the previous government had initiated a number of corrective measures and welfare schemes aimed at development, empowerment and capacity building of minorities. However, the fate of many of such schemes has been in doubt after the NDA government's return to power at the center, as it has stopped many of such programs or allocated no budget funding for them. This SYS National Conference requests the central government to continue all the schemes and measures without any hindrances, and also to initiate programs aimed at empowering the major minority community of this country in order to help them develop at par with all their fellow Indian citizens. This conference also requests the government to give a major focus for investing in the primary and secondary education sectors in minority populated regions, especially in areas where there are no any facilities for primary or secondary schooling for minority children. മൂന്നാമതായി ഒന്ന്, ലോകത്താകമാനം വ്യാപകമായി ഭീകരപ്രവർത്തനങ്ങളും ഇസ്ലാമിന്റെ പേരിൽ വളരെ മോശമായ രീതിയിലുള്ള അക്രമങ്ങളും ഐസിസ്, ബോക്കോ ഹറാം പോലത്തെ സംഗതികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ശക്തികൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോക മുസ്ലിമീങ്ങളെ അത്തരം പ്രവർത്തനങ്ങളിൽ അകന്നു നിൽക്കാനും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും SYS സമ്മേളനം ആഹ്വാനം ചെയ്യുന്ന പ്രമേയമാണ്. The SYS National Conference strongly call all Muslims around the world to work hard for a better and prosperous future of the community, focusing more on education, development, welfare activities and creative and positive functions, rejecting every attempt from different extremist organizations and destructive forces from inside and outside the community to impose their own versions of religion oriented on violence, terror and cruelty. The conference openly rejects extremist platforms around the world like ISIS, Boko Haram and like-minded people and organizations in India and South Asia, and call upon the Muslims to not allow such forces to hijack the mainstream Islam. Muslims need to live openly among others and introduce the peaceful religion of Islam through active participation in the social and national life in their own lands. Assalamu alaikum warahmatullahi. എൻ എ മുഹമ്മദ് സാഹിബ് സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ, സ്റ്റേജിൽ ഹോസ്റ്റായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഇവിടെ ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. സുന്നി യൂത്ത് വിഭാഗം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പ്രത്യേകിച്ചിട്ട് മലയാളികൾ താമസിക്കുന്ന ബാംഗ്ലൂരിൽ അവരുടെ ശക്തി തെളിയിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനമായി കഴിഞ്ഞ കുറേ ദിവസമായി ചെറുപ്പക്കാർ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇതിനെപ്പറ്റി
ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമുക്കെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ വലിയ വിഭാഗം 90% ആൾക്കാരും തങ്ങളെ നേതാവായി തോന്നാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവരാണ്, അത് അംഗീകരിക്കുന്നവരുമാണ്. അതിന് ആർക്കും ഒരു എതിർപ്പുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അധിക രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുസ്ലിംസുകൾക്ക് തങ്ങളോട് ആ വ്യത്യാസമുണ്ടായിരിക്കില്ല. ഇത് ഞങ്ങളെ പാർട്ടി അല്ല എന്നുള്ള രൂപത്തിൽ. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നാം ഇന്ന് സംഘടിക്കുന്നുണ്ട്. സംഘടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ അവസ്ഥ നാം കുറച്ചുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. നാം എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? യഥാർത്ഥം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ തന്നെ കഴിഞ്ഞ ഇലക്ഷനോട് കൂടി ഇവിടെ നമ്മളോട് സത്യത കാണിക്കുന്ന വിഭാഗത്തിന് ഇന്ത്യയിൽ ഭരണം കിട്ടി. അതിൽ കേരളം, കർണാടക പോലെയുള്ള ചെറിയ സ്റ്റേറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അന്ന് തന്നെ ഡിക്ലെയർ ചെയ്യുന്ന ഇലക്ഷൻ സമയത്ത് അവരെ നേരത്തെ ഡിക്ലെയർ ചെയ്ത് സത്യത്തിന് എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, എന്ത് ചെയ്യുമെന്നതിനെ പറ്റി. ഇത് ഓരോരോ എംപിമാരും ആൾക്കാരും നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാം. ഇപ്പോൾ എങ്ങനെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എന്ത് വേണമെന്നുള്ളതിന് അതിന് എതിർപ്പോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അതേ സമയത്ത് നാം ഇന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ ചെറുപ്പക്കാർക്കും സ്പെയിനിന്റെ കഥ അറിയാം. അവിടെ നമുക്ക് എന്താണ് സംഭവിച്ചത്? അനൈക്യം, ശക്തിയില്ലായ്മ, ഒന്നിച്ചു നിന്ന് നിങ്ങളിവരെല്ലാം വിഭജിച്ച് 6-7 ഗ്രൂപ്പായി 5 ഖലീഫമാർ ഒരു സ്ഥലത്ത് തന്നെ ഡിക്ലെയർ ചെയ്തു. 700 കൊല്ലം ഭരിച്ച ഒരു സ്ഥലത്ത് അവസാനം നമ്മുടെ മതം തുടച്ചു മാറ്റപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ അനൈക്യം മാത്രമാണ് ഉണ്ടായ കാരണം. അത് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതിന്റെ പേരിൽ എല്ലാ വിഭാഗവും കഴിയുന്ന എല്ലാ വിഭാഗവും ഒന്നിച്ച് തങ്ങളുടെ കീഴിൽ വന്ന് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംഘടനയായി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി പറയാനുള്ളത്, ഇവിടെ 10, 30, 40 പള്ളിയുണ്ട്. ഏകദേശം പള്ളിയെന്നും ഈ സുന്നി ജമാഅത്തിന്റെ തന്നെയാണ്. പക്ഷെ എങ്കിലും പണ്ഡിതന്മാരെ ശരിക്കും കിട്ടുന്നില്ല. ഇപ്പോഴും പണ്ഡിതന്മാർ വന്ന സമയത്ത് ആ ഗ്രൂപ്പിന്റെ ആളാണ്, ഈ ഗ്രൂപ്പിനാണ്. അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെറുപ്പക്കാരെ കുറച്ച് ഉത്സാഹിക്കണം. ബാംഗ്ലൂരിലേക്ക് ആവശ്യമുള്ള പണ്ഡിതന്മാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അറിയിക്കാനും തരുന്ന രൂപത്തിൽ പണ്ഡിതന്മാരെ ഞങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവരും സദസ്സിലേക്ക് ഇരിക്കുക. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ഇനി സമാപന പ്രഭാഷണമാണ്. സമസ്ത കേരള ജമിയത്തുലമയുടെ കേരളീയ മുസ്ലിം ഉമ്മത്തിന് നിർവഹിച്ചിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളെ ദേശീയ തലത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലായി നടക്കുന്ന ഈ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പ്രൗഢമായ പ്രഭാഷണം കേരളത്തിന്റെ അനുഗ്രഹീതനായ പ്രഭാഷകൻ, സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പർ പ്രിയപ്പെട്ട അബ്ദുസമ്മദ് പൂക്കോട്ടൂർ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. പ്രഭാഷണത്തിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി മുഴുവൻ ആളുകളും സദസ്സിലിരിക്കണം. കൃത്യസമയത്ത് നമ്മൾ ഇവിടുന്ന് പോകുന്ന സംവിധാനത്തിനനുസരിച്ചുകൊണ്ട് ഇവിടുന്ന് പ്രഭാഷണമൊക്കെ അവസാനിക്കും. അല്ലാതെ നേരത്തെ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും സദസ്സിൽ കടന്നിരിക്കുകയും അവസാന പ്രഭാഷണം ശ്രദ്ധിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ട സമര സാഹിബിനെ പ്രസംഗിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറഹ്മത്തില്ലാഹ്. സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ ഈ മഹത്തായ വേദിയിൽ ആസനസ്ഥരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അനുഗ്രഹീതരായ പണ്ഡിത മഹത്തുക്കളെ, നമ്മുടെ ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ ദേശീയ കോൺഫറൻസ് ധന്യമാക്കുന്നതിന് വേണ്ടി ഒത്തുകൂടിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ആദ്യമായും ആമുഖമായും ഞാൻ ഈ പ്രദേശത്തെ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ വിശിഷ്യ സുന്നി യുവജന സംഘത്തിന്റെ കർമ്മഭടന്മാരെ അഭിനന്ദിക്കുവാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ വന്നു ചേർന്ന പ്രതിനിധികൾക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഒരുക്കിക്കൊടുക്കുവാൻ മുന്നോട്ട് വന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എന്തുകൊണ്ടും അവരുടെ സേവനം പ്രശംസനീയമാണ്. കാരണം പ്രതിനിധികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധം ഇത്രയൊക്കെ സംവിധാനങ്ങൾ ദിവസങ്ങളായി അധ്വാനത്തിലൂടെ ചെയ്തൊരുക്കിയ ബാംഗ്ലൂരിലെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരെ അഭിനന്ദിക്കൽ നമ്മുടെ കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവർക്ക് അർഹതപ്പെട്ട പ്രതിഫലം ഇരു വീട്ടിലും നൽകുമാറാവട്ടെ. ഇത് ഒരു ദേശീയ കോൺഫറൻസാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഡെലിഗേറ്റ്സ് are from Kerala, and please allow me to speak in Malayalam because here is most of the delegates are from Kerala and they are know Malayalam very best. ഇവിടെ ഭാഷ മാറി സംസാരിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നതുകൊണ്ട് ദേശീയ കോൺഫറൻസിന്റെ ആ നിലവാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഏതാനും ചില കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് സൂചിപ്പിച്ചുകൊണ്ട് ദ ക്ലോസിംഗ് ടൈം ഓഫ് ദിസ് കോൺഫറൻസ് ഈസ് 5 o'clock. നമ്മളിത് അവസാനിപ്പിക്കേണ്ടത് 5 മണിക്ക്. അതുകൊണ്ട് തന്നെ 5 മണിക്ക് അവസാനിപ്പിക്കേണ്ട ഒരു പരിപാടി എന്ന രീതിയിൽ ഇനി നന്ദി പ്രകടനവും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് തിരിച്ചു പോകാൻ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ടും സമാപന പ്രസംഗം കേവലം നാമമാത്രമായ വാക്കിലൂതിക്കൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഈ കോൺഫറൻസ് കൊണ്ട് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ആ സംസ്കാരവും അതുപോലെ തന്നെ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യവും ഭദ്രതയും നമ്മുടെ രാജ്യത്തിന്റെ മറ്റു മേഖലകളിലേക്ക് വികസിപ്പിക്കാൻ ആവശ്യമാകുന്ന വിധത്തിലുള്ള അതിസമ്പന്നമായ ഒരു ദേശീയ കമ്മിറ്റി ഇവിടെ നിലവിൽ വന്നിരിക്കുന്നു. നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിവിടെ പഠിക്കേണ്ട അതിപ്രധാനമായ വളരെ വിശിഷ്ടമായ ഒരു കാര്യം കേരളത്തിന്റെ ആ സംസ്കാരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ഒരു ലക്ഷ്യം. മറ്റൊന്ന്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്കുള്ള ഇതൊരു പെട്ടനറ്റീവ് റിലീജിയനാണ്. സൗഹൃദമാണ് ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചപ്പാട് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമ്മെ ഭീകരവാദികളും തീവ്രവാദികളും അപകടകാരികളുമാക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ പുതിയ ഭരണകൂടം പുതിയ നിയമങ്ങൾ പണിതെടുക്കുന്ന സാഹചര്യത്തിൽ അതൊന്നുമല്ല ഇസ്ലാം എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും നമ്മുടെ യഥാർത്ഥ പന്ഥാവ് സമൂഹമധ്യത്തിൽ പ്രചരിപ്പിക്കുന്നതിനും ആവശ്യമായ ഒരു സമ്മേളനമായിട്ടാണ് നമ്മൾ ഈ സമ്മേളനത്തെ സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങളാണ് ഈ സമ്മേളനത്തിൽ നമുക്ക് നേടിയെടുക്കാനുള്ളത്. ഒന്ന്, ഇസ്ലാം ഇസ് റിലീജിയൻ ഓഫ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന നമ്മുടെ ആ മുദ്രാവാക്യം ഇസ്ലാം ശാന്തിയുടെ അല്ലെങ്കിൽ സമാധാനത്തിന്റെ മതമാണെന്ന സന്ദേശം പൊതുജന സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക. രണ്ടാമത്തേത്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എന്തുകൊണ്ട് ഇന്ത്യയിൽ ഈ വ്യതിരിക്തമായ അവസ്ഥയിലേക്ക് ഉയർന്നു വന്നു എന്ന ഒരു പാഠം സമൂഹത്തിന് നൽകുക. ആ പാഠത്തിൽ നമ്മൾ ഏറ്റവും പ്രചരിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു സമൂഹത്തിന്റെ വികസന പ്രക്രിയയിൽ ഒരു സമുദായത്തിന്റെ വളർച്ചയിൽ അതിമഹത്തായ പങ്കുവഹിക്കുന്ന ഘടകങ്ങളെ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചു നോക്കും. ആ ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളീയ മുസ്ലിം ഉമ്മത്തിന് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഒപ്പം നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണല്ലോ നമ്മൾ പരിശോധനയിലൂടെ ബോധിപ്പിക്കാൻ കഴിയുന്നത്. കാരണം ഒരു സമൂഹത്തിന്റെ വളർച്ചയിൽ അതിപ്രധാനമായ പങ്കുവഹിക്കുന്നത് ഒന്ന് അവരുടെ ജനസംഖ്യയാണ്. നമുക്കൊക്കെ അറിയാം, ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തിയാൽ മനസ്സിലാകും, 10 പേരുണ്ടാകേണ്ട സ്ഥാനത്ത് 100 പേരുണ്ടായാൽ അത് ഗുണം ചെയ്യും. 1000 പേരുണ്ടാകേണ്ട സ്ഥാനത്ത് 10,000 പേരുണ്ടാകുമ്പോൾ കൂടുതൽ ഉപകരിക്കും. ഏതൊരു സമൂഹത്തിന്റെയും പുരോഗതിയിൽ അവരുടെ അംഗസംഖ്യ അതിപ്രധാനമാണെന്ന കാര്യം ഏവർക്കും അറിയാം. പക്ഷെ നമ്മൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു കണക്കിൽ നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തൊന്നും മുസ്ലിങ്ങൾക്ക് പുരോഗതി ഉണ്ടായിട്ടില്ലല്ലോ. കൃത്യമായ കണക്ക് ഹജ്ജ് കമ്മിറ്റിയുടെ മുമ്പിലൊക്കെ കൃത്യമായ കണക്കുണ്ട്. കാരണം ഹജ്ജ് കോട്ട എങ്ങനെ വീതം വെക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ഓരോ സംസ്ഥാനത്തെയും എണ്ണത്തെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക് മേശപ്പുറത്ത് വരാറുണ്ട്. നമ്മുടെ പഴയകാല സെൻസസ് അടിച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിന്റെ മുന്നിൽ കൃത്യമായി പറഞ്ഞാൽ 4 സംസ്ഥാനങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമായി നിൽക്കുന്നു, അതും കോടികൾ. നമ്മുടെ കേരളം നിൽക്കുന്ന ലക്ഷങ്ങളിലാണ്. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തെ സംസ്ഥാനത്ത് 3,07,40,158 മുസ്ലിങ്ങളാണ് പഴയ കണക്ക്. അതല്പം കൂടുതൽ ഇപ്പോൾ ഉണ്ടാകൂ, കുറഞ്ഞിട്ടില്ല. 3,07,40,158 മുസ്ലിങ്ങളുള്ള ഉത്തർപ്രദേശിൽ 3,07,00,000 എന്ന് പറയുമ്പോൾ ഏകദേശം 3.25 കോടിയോളം മുസ്ലിങ്ങളുടെ ഒരു പ്രദേശത്ത് അവിടെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിൽ കാണൂ. തൊട്ടടുത്ത് വെസ്റ്റ് ബംഗാളിന്റെ പശ്ചിമ ബംഗാൾ 2,02,40,543 വെസ്റ്റ് ബംഗാളിലെ ജനസംഖ്യ, മുസ്ലിം ജനസംഖ്യ. 2 കോടിയിൽ പരം മുസ്ലിങ്ങൾ വെസ്റ്റ് ബംഗാളിലെ 2,24,00,000 എന്ന് പറയുമ്പോൾ അതിന് 2,02,40,543 എന്ന് പറയുമ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിലും കോടികളാണ്. ഒന്ന് 3 കോടി, ഒന്ന് 2 കോടി. പിന്നെ 2 സംസ്ഥാനങ്ങളുണ്ട്. ഒന്ന് ബീഹാർ 1,37,22,048. നോക്കണം നിങ്ങൾ, 1.25 കോടിയിലധികം മുസ്ലിങ്ങൾ ബീഹാറിൽ. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മഹാരാഷ്ട്ര 1,70,70,455. നമ്മുടെ മുമ്പിലുള്ള ഈ 4 സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യ കോടികളാണ്. നേരെ സമയത്ത് കേരളത്തിൽ 78,63,842.
ഈ വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ 78 ലക്ഷം മുസ്ലിങ്ങളുള്ള കേരളം 3 കോടിയും 2 കോടിയും 1 കോടിയും ഒക്കെയുള്ള മുസ്ലിങ്ങൾക്ക് മാതൃക കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് എങ്ങനെ എത്തി? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കേരളീയ മുസ്ലിങ്ങൾക്ക് ഒരു സംഘബലവും ഒരു നേതൃത്വവും ഉണ്ടായി. നമുക്ക് ആ സംഘബലം തന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ സൗകര്യം ചെയ്തു തന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പ്രസ്ഥാനമാണ്. ആ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ പിൻബലത്തിലൂടെ രാഷ്ട്രീയമായും സാമൂഹ്യമായും നമ്മൾ ഉയർന്നു വന്ന് ഗ്രാമാന്തരങ്ങളിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജനങ്ങളെ പ്രബുദ്ധരാക്കി നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കേരളീയ മുസ്ലിങ്ങൾ നേടിയെടുത്തപ്പോൾ ആ നേട്ടത്തിന്റെ ഗുണഫലം അൽഹംദുലില്ലാ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. രണ്ടാമത്തെ നിങ്ങൾ നോക്കൂ, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഘടകം സമ്പത്താണ്. ദേശീയ തലത്തിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്തിന്റെ മറ്റിതര മേഖലകളിലെ മുസ്ലിങ്ങളെ പരിശോധിച്ചാൽ സാമ്പത്തികമായി നമ്മളെക്കാൾ എപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കുന്ന മുസ്ലിങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ സാമ്പത്തികമായി പുറകിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള രാജകുടുംബത്തിൽ ജനിച്ച ആളുകൾ ഉത്തരേന്ത്യയിലുണ്ട്. മതസ്ഥാപനങ്ങളുടെ വഖഫ് സ്വത്ത് പോലെ നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ 1970 ഗൾഫ് വിപ്ലവത്തിന്റെ ഫലമായി അതിനുശേഷമുണ്ടായ ചില മാറ്റങ്ങളുടെ ഒരു അലയൊലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് കുറിച്ചാൽ അടിസ്ഥാനപരമായ വലിയ സമ്പന്നരായ ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരള സംസ്ഥാനത്തില്ല. ആ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്ക്, നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ പ്രഗത്ഭരായ പണക്കാരും ഇഷ്ടംപോലെ വഖഫും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കുവാനും ദീനിന് ഉപയോഗപ്പെടുത്തുവാനും സാധിക്കാത്തൊരവസ്ഥയിൽ എന്തുകൊണ്ട് വരുത്തിപ്പെട്ടു? നമ്മൾ അല്പം മുസ്ലിങ്ങളുള്ളപ്പോൾ കുറഞ്ഞ സാമ്പത്തിക ശേഷിയുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിന് ഇത്ര വളർച്ച പ്രാപിക്കാൻ കഴിഞ്ഞത് അതും നമ്മൾ ചെന്നെത്തുക അവസാന ചർച്ചയിൽ ഈ സംഘശക്തി കൊണ്ട് മാത്രമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഒരു സമൂഹത്തിന്റെ വളർച്ചയിൽ അതിപ്രധാന പങ്ക് വഹിക്കുന്നത് അവരെ ചുറ്റിപ്പറ്റിയുള്ളവരുടെ സർക്കംസ്റ്റൻസ് എന്ന് പറയുന്ന സാഹചര്യങ്ങളാണ്. അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സാഹചര്യം, നോർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സാഹചര്യം പരിശോധിച്ച് നോക്കുന്നത് 700 കൊല്ലത്തിൽ പരം മുസ്ലിങ്ങൾ ഭരിച്ചു. 700 സംവത്സരക്കാലത്തെ മുസ്ലിം ഭരണത്തിന്റെ ശീതളച്ചായ ചെറുതല്ലോ. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തെ വിഭജനം നടന്നപ്പോൾ ചില്ലറ പ്രശ്നങ്ങളൊക്കെ അവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതും അവിടെയുള്ള വലിയ സമ്പന്നത ബാധിച്ചിട്ടില്ല. സാധാരണക്കാരുടെ തെരുവിൽ വകവരുത്തുകയും മറുകൊന്ന് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ പീഡന പ്രവർത്തനങ്ങൾക്ക് വിധേയരായവരല്ലേ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ. നമ്മുടെ പഴയകാല പാരമ്പര്യത്തിലേക്കൊന്ന് തിരിച്ചുപോയി നോക്കി നിങ്ങൾ ആരോ നേരത്തോട് അനുസ്മരിച്ചു അക്കാര്യം ചെറുതായിട്ടെങ്കിലും. നമ്മുടെ പഴയകാല അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേദനിച്ചവരാ കേരളീയ മുസ്ലിങ്ങൾ. 1921 വൈദേശിക അധിനിവേശികൾക്കെതിരെ ധീരോദാത്തമായ പൊരുതലിന്റെ ഫലമായി നമ്മുടെ ആനിമീങ്ങളും നമ്മുടെ മഹാന്മാരായ സയ്യിദുമാരും വലിയുള്ളാഹി മൗലദ് വീരാ കുതുബ് സമാൻ സയ്യിദ് അലവിയും അമ്പുറമി തങ്ങൾ മുതൽ ബഹുമാനപ്രമുഖാദി തങ്ങൾ മുതൽ ജനകീയമായി സമൂഹത്തിലുണ്ടായിരുന്ന വാര്യങ്ങൾ മുത്തഖുൽ അഹമ്മദാജി, അതുപോലെ പ്രഗത്ഭരായ ഇന്നത്തെ സ്വാതന്ത്ര്യ സമര നേതാക്കളും ആനിമീങ്ങളും അതിശക്തമായി സമരമുഖത്ത് വന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിരോധം തീർത്തപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം നമ്മെ അടിച്ചമർത്താൻ തീരുമാനിച്ചു. മലബാറിൽ സ്പെഷ്യൽ പോലീസിനെ കൊണ്ടുവന്നു. മലബാറിൽ മാത്രം ഒരു സ്പെഷ്യൽ പോലീസ് മുസ്ലിം അടിച്ചൊതുക്കുന്നതിന് വേണ്ടി അങ്ങനെ ഈ സമൂഹത്തിന്റെ മക്കളെ വെടിവെച്ചു കൊല്ലുകയും നാടുകടത്തുകയും പാവപ്പെട്ട പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുകയും ചെയ്തു. തൽഫലമായി നമ്മുടെ സമൂഹത്തിലുണ്ടായ വലിയ ദാരുണമായ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് പൂർവ്വകാല ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മുടെ സാഹചര്യം എന്തായിരുന്നു? അന്തമാനിലേക്ക് നാടുകടത്തി ബഹുഭൂരിപക്ഷത്തെ നല്ലൊരു ശതമാനത്തെ വെടിവെച്ചു കൊന്നു. ആ പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തി, ഉമ്മമാരെ മാനഭംഗപ്പെടുത്തി, കൊലപ്പെടുത്തി. പാവപ്പെട്ട മക്കൾ യതീമുകളായി കടന്നു പടഞ്ഞു. ആ യതീമുകളെ സംരക്ഷിക്കാൻ യാതൊരു ഗതിയും ഈ സമൂഹത്തിന്റെ മുമ്പിലുണ്ടായിരുന്നില്ല. അനാഥകളെ സംരക്ഷിക്കാൻ സംവിധാനമില്ലായതുകൊണ്ട് അന്നത്തെ മലബാർ കലക്ടർ തോമസിന്റെ മുമ്പിലേക്ക് മുസ്ലിം നേതാക്കന്മാർ ഒരു നിവേദനവുമായി കടന്നു ചെന്ന സംഭവം പഴയകാല ചരിത്ര പുസ്തകങ്ങളിൽ കാണാൻ കഴിയും. ഒരു നിവേദന സംഘം കടന്നു ചെന്നുകൊണ്ട് കലക്ടർ തോമസിനോട് പറഞ്ഞു, ഈ മുസ്ലിങ്ങൾ പാവങ്ങളാ, ഇവർ ഈ രാജ്യത്ത് വെടിവെച്ച് കൊല്ലപ്പെട്ടവന്റെ മക്കളാ, നാടുകടത്തപ്പെട്ടവന്റെ മക്കളാ, ജീവവായു ശ്വസിക്കാൻ അർഹതയുള്ളവർക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, മരുന്നില്ല. പൊടുക്കളെ പോലെ കടന്ന് പെടുക്കുന്ന ഈ മക്കളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കാകില്ല. അതുകൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് യാചന പോലെ സർക്കാരിന്റെ മുമ്പിൽ അപേക്ഷ കൊടുത്തുകൊണ്ട് കലക്ടർ തോമസിനെ ചെന്ന് കണ്ടപ്പോൾ തോമസ് പറഞ്ഞു, കമ്പനി ഭരണകൂടത്തിനെതിരെ സമരം ചെയ്തവന്റെ മക്കളല്ലേ, അവരെങ്ങനെ കിടന്ന് മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചു തള്ളിച്ചു പുച്ഛിച്ചു. ആ പുച്ഛമേറ്റ് വാങ്ങി പുറത്തിറങ്ങിയ മുസ്ലിം നേതാക്കൾ മടിശ്ശേരിയിൽ നിന്ന് പണമെടുത്തുകൊണ്ട് പിരിപ്പിച്ചുകൊണ്ട് ഒരു പരസ്യം കൊടുക്കുവാനും വാർത്ത കൊടുക്കുവാനും തീരുമാനിച്ചു. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ ബോംബെയിലെ ക്രോണിക്കൽ പത്രത്തിലും അതുപോലെ തന്നെ മദ്രാസിൽ പ്രസിദ്ധീകരിക്കുന്ന ഹിന്ദു ദിനപത്രത്തിലും ദയനീയമായി ഈ സംഭവം കോട്ട് ചെയ്തുകൊണ്ട് വാർത്ത വന്നു. ആ വാർത്ത പത്രത്തിൽ വന്നപ്പോൾ ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ക്രോണിക്കൽ ദിനപത്രം
പത്രത്തിലെ വാർത്ത അത് വളരെ കൃത്യമായി വായിച്ച അന്നത്തെ അമൃതസറിൽ ജീവിച്ചിരുന്ന വലിയ ഒരു പണക്കാരൻ ഹസൂരി സാഹിബ് എന്ന് പറയുന്ന ഹസൂരി, അദ്ദേഹം അത് വായിച്ചുകൊണ്ട് കരളൊഴിച്ചിരുന്ന വാർത്ത കണ്ടപ്പോ മനസ്സലിഞ്ഞുകൊണ്ട് ഉദാരമതിയായ പടച്ചറബ് സമ്പത്ത് കൊടുത്ത ആ മനുഷ്യൻ തന്റെ 2 മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, ഇത് നമ്മൾ അവഗണിക്കാൻ പറ്റിയ വാർത്തയല്ല, ഈ വാർത്ത നമ്മൾ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ 2 മക്കളെ മലബാറിലേക്ക് അദ്ദേഹം പറഞ്ഞേക്കാൻ തീരുമാനിച്ചു. പണം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മക്കളെ പറഞ്ഞയച്ചപ്പോ അവർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വണ്ടിയിറങ്ങി. അവർ കോഴിക്കോട്ട് വന്ന് വണ്ടിയിറങ്ങി മൊത്തത്തിൽ സഞ്ചരിച്ചു. മലബാറിന്റെ പല ഭാഗത്ത് സഞ്ചരിച്ചുകൊണ്ട് ദയനീയമായ രംഗം കണ്ട് ഈ കുട്ടികൾക്ക് സംരക്ഷണ വലയമൊരുക്കുന്നതിന് വേണ്ടി വളരെ മനോഹരമായ ഷെൽട്ടറുകൾ കിട്ടിക്കൊണ്ട് അവർക്ക് വെള്ളവും ഭക്ഷണവും വസ്ത്രവും ഉടുപ്പും ഒക്കെ കൊടുത്തു. എല്ലാം കൊടുത്ത് 6 മാസം വരെ പോറ്റിയപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. വീടുകളിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് വീടുകളില്ല. ഉപ്പമാര് മരിച്ചുപോയി, ഉമ്മമാരുമാരെ ബന്ധപ്പെടുത്തപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട മനുഷ്യന്റെ മക്കൾ എന്തു ചെയ്യും? ഗതിയില്ല. അവർ സ്വന്തം പിതാവിനെ ബന്ധപ്പെട്ടപ്പോൾ ആ പിതാവ് പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജമിയത്ത് ദഅവത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ സംഘടനയിൽ കോഴിക്കോട് യത്തീംഖാന ഉണ്ടാക്കി ജഡിദ് ഇസ്ലാം. ആ യത്തീംഖാനയിൽ ഈ കുട്ടികളെ കൊണ്ടുപോയി പാർപ്പിച്ച് കേരളത്തിലെ 1ാമത്തെ യത്തീംഖാന പണിത് ഈ കുട്ടികൾക്ക് വസ്ത്രവും ഭക്ഷണവും മരുന്നും ഉത്തരേന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുമെങ്കിൽ നമ്മുടെ പഴയകാല ചരിത്രം നോക്കണം. വെടിവെച്ച് കൊല്ലപ്പെട്ടവന്റെയും നാടുകടത്തപ്പെട്ടവന്റെയും മക്കള് ഉത്തരേന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന അരിയും തുണിയും ഉടുത്തും ആ അരി ഭക്ഷിച്ചും അവന്റെ മരുന്ന് കുടിച്ചും ജീവിച്ചുവെങ്കിൽ നമ്മൾക്ക് സഹായം ഉത്തരേന്ത്യയിൽ നിന്ന് വന്നുവെങ്കിൽ ഇന്ന് ബോംബെയിൽ കലാപമുണ്ടായപ്പോഴും ഭീവണ്ടി കലാപമാണെങ്കിലും അതുപോലെ തന്നെ ബദൽപൂർ കലാപമാണെങ്കിലും മൊറാദാബാദ് കലാപമാണെങ്കിലും അതുപോലെ മുർഷിദാബാദിൽ കലാപമുണ്ടായപ്പോഴും മുസഫർനഗർ കലാപമുണ്ടായപ്പോഴും കേരളത്തിൽ നിന്ന് അരിയും തുണിയും പിരിച്ചെടുത്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു വന്നത് നമുക്ക് അല്ലാഹു തന്ന സംഘശക്തിയുടെ ഫലം കൊണ്ട് മാത്രമായിരുന്നു എന്ന് പഠിക്കാൻ ഈ ഉമ്മത്ത് സമത്വയുടെയും നമ്മുടെ മുസ്ലിം ലീഡർഷിപ്പിന്റെയും ചരിത്രം പഠിക്കണം. നമ്മൾ ഒന്നിച്ചു നിന്നതുകൊണ്ട് നമുക്ക് നേടാൻ പറ്റിയതാ. ഇന്ന് ലോക മുസ്ലിങ്ങൾക്ക് സംഭവിച്ച അപചയത്തിന്റെ കാര്യങ്ങൾ പഠിച്ചു നോക്കുന്നത്. ലോകത്തെ എവിടെയൊക്കെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടോ? ആ ചരിത്രത്തിന്റെ ദശാസന്ധികളിലൊക്കെ പരിധി നടന്നു നോക്കുന്നത്. എവിടെ നോക്കിയാലും ശരി മുസ്ലിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പിന്റെ കുറവ് കൊണ്ട് കാണാൻ കഴിയും. അതുകൊണ്ടല്ലേ ഇന്ന് ലോകത്ത് പലസ്തീന്റെ മക്കൾ പോലും ചിതറിത്തെറിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പൊ സൗദി അറേബ്യ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്നത്, യമനിൽ തമ്മിൽ തല്ലി നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബഷാർ അസദിന്റെ സിറിയയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പ്രാർത്ഥിച്ച അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വ യമനിനാ, ആ ഷാമിന്റെ മണ്ണിലും യമനിന്റെ മണ്ണിലുമൊക്കെ ഇപ്പൊ നടക്കുന്ന കാഴ്ച എന്താണ്? ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ തമ്മിൽ തല്ലുകയില്ലേ? മുസ്ലിങ്ങൾക്കൊരു ലീഡർഷിപ്പില്ല, ഒത്തുസമ്മതിക്കുന്ന ഒരു നേതാവില്ലെന്ന് മാത്രമല്ല ഒരു സംഘബോധമില്ല. ഇത് രണ്ടിന്റെയും കുറവ് കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിങ്ങൾ ചിതറി നിൽക്കുന്ന അവസ്ഥാവിശേഷം നോർത്ത് ഇന്ത്യയിൽ കാണുന്നുവെങ്കിൽ അതിൽ നിന്ന് ഭിന്നമായി കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഭദ്രമായൊരു നേതൃത്വം, ഇവിടെ വന്നുപോയ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വം, അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ നേതൃത്വം, സാമൂഹ്യമായും രാഷ്ട്രീയമായും മതപരമായുമുള്ള ഈ ഒന്നിച്ചു നിൽപ്പിന്റെ ഗുണഫലം അൽഹംദുലില്ലാഹ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചറബ് നിലനിർത്തി പെരുമാറാവട്ടെ. അതല്ലേ നമ്മളെ ഒരുമിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണല്ലോ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. എന്തുകൊണ്ട് കേരളം വ്യതിരിക്തമായി? എണ്ണത്തിൽ നമ്മൾ കുറവാണ്, സാഹചര്യം നമുക്ക് അനുകൂലമായിരുന്നില്ല, സമ്പത്ത് നമ്മുടെ കയ്യിൽ കുറവാണ്. പക്ഷെ നമ്മളാണ് അവരെക്കാൾ മുകളിൽ നിൽക്കുന്നത് എന്ന പാഠം, ആ ലോജിക്, അത് ഇന്ത്യ മഹാരാജ്യത്തെ മറ്റു പ്രദേശത്തെ മുസ്ലിങ്ങൾക്ക് ഓതിക്കൊടുത്തുകൊണ്ട് അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് നമ്മുടെ SYSന്റെ നാഷണൽ കമ്മിറ്റിക്ക് നോർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കണ്ണു തുറപ്പിച്ചുകൊണ്ട് ഐക്യത്തിലേക്കും ഒരുമയിലേക്കും നിങ്ങൾക്കൊരു നേതാവുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് എന്ന പരിശുദ്ധ ഖുർആന്റെ വാക്യം ഓതി കൊടുത്തുകൊണ്ട് ആ ഉമ്മത്തിനെ ഒരു ചരടിൽ കോർത്ത മുത്തമണികളെ പോലെ നിർത്താൻ ഒരു പരിധിവരെ സാധിച്ചാൽ ഈ നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന വെല്ലുവിളി ചെറുക്കാനുള്ള ഏറ്റവും ശക്തമായ നീക്കമായിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രതിരോധത്തിന് ഏറ്റവും പ്രധാനം. ആയുധം ശേഖരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കി സമൂഹത്തിന് കാണിച്ചു കൊടുക്കലല്ല, മറിച്ച് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ മുഖം കാണിച്ചു കൊടുക്കണം. കാരണം ഇസ്ലാം ഇന്ന് മേശപ്പുറത്ത് നിൽക്കുന്ന സകല പ്രശ്നങ്ങൾക്കും സകല ചർച്ചകൾക്കും പരിഹാരമാണ്. നമുക്കറിയാമല്ലോ, ഇന്നലെ നമ്മുടെ രാജ്യത്ത് 2 ദിവസം മുമ്പ് ആചരിച്ചത്, ലോകത്ത് ആചരിച്ചത് ലോക പരിസ്ഥിതി ദിനമാണ്. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം 7 ബില്യൺ ഡ്രീംസ് 1 പ്ലാനറ്റ്. 7 ബില്യൺ ഡ്രീംസ്, 700 കോടിയുടെ സ്വപ്നം, 1 പ്ലാനറ്റ്, ഒരൊറ്റ സൗരയൂഥം, കൺസ്യൂം വിത്ത് എയർ. അതായത് ഇതിന്റെ മുദ്രാവാക്യം 700 കോടി ജനങ്ങളുടെ ഭാവിയെപ്പറ്റി നമ്മൾ ചിന്തയുണ്ടെങ്കിൽ ഈ ലോകത്തെ വെള്ളവും അതുപോലെ തന്നെ ഈ ലോകത്തെ പ്രകൃതി സമ്പത്തും ശരിക്കും കൈകാര്യം ചെയ്യണമെന്ന് വളരെ വ്യക്തമായി ലോകാരോഗ്യ
ലോകാരോഗ്യ സംഘടനയും അതുപോലെ UN ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുവെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സംവിധാനത്തെക്കുറിച്ച് നോക്കുക നിങ്ങൾ. ഈ ഭൂമുഖത്ത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ദീൻ എന്തൊക്കെ മാർഗനിർദ്ദേശമാണ് നൽകിയത്? വെറുതെ ഇല്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്ളലുൽ മഖാസിബി അസ്റാഅതു, ഏറ്റവും നല്ല തൊഴിൽ കൃഷിയാണ്. ഏറ്റവും നല്ല തൊഴിൽ കൃഷിയാണ്. ഈ പ്രകൃതിയിൽ ഒരു ചെടി നടുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നോക്കുക നിങ്ങൾ. അബൂ ദർദാ റളിയല്ലാഹു തആല ഒരു ചെടി നട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ആ ചെടി എന്തുകൊണ്ട് നിങ്ങൾ നടുന്നു? അദ്ദേഹം അത് കുടിച്ചിടുന്ന സമയത്ത് ചോദിച്ചു, ലാ തുസ്മിറു ഇല്ലാ ബഅദ കദാ വകദാ മിന സനീൻ, ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടല്ലാതെ അത് കായ്ക്കുകയില്ലല്ലോ. അൻത ശൈഖുൻ കബീർ, നിങ്ങൾ പ്രായമായ മനുഷ്യനാണ്, നിങ്ങൾക്കതുകൊണ്ട് ഉപകാരമുണ്ടാകില്ല, നിങ്ങൾ എന്തിനാ ചെടി നടണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാനൊരു ചെടി നടുന്നു, അതിന്റെ പഴം ആര് കൊണ്ടുപോയാലും എനിക്കത് നട്ടതിന്റെ കൂലി കിട്ടും, കൊണ്ടുപോയവന് പണവും കിട്ടും. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചുകൊണ്ട് മാമിൻ മുസ്ലിമിൻ യസ്റഉ സറഅൻ ഔ യഗ്രിസു റസൻ ഫയകുലു മിൻഹു ഇൻസാനുൻ ഔ തയ്റുൻ ഔ ബഗീമ ഇല്ലാ കാനത് ലഹു സദഖ. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചത് മുസ്ലിമായ മനുഷ്യനൊരു ചെടി നട്ടു, ആ ചെടി നട്ടാൽ അതല്ലെങ്കിൽ ഒരു കൃഷി ചെയ്താൽ അപ്രകാരമുള്ള പ്രകൃതി സംരക്ഷണ പ്രക്രിയക്ക് അവൻ എന്തെങ്കിലും ചെയ്താൽ, അതൊരു മൃഗം തിന്നു പോയാലും പക്ഷി ഭക്ഷിച്ചു പോയാലും ശരി, ഒരാളതെടുത്തു കൊണ്ടുപോയാലും ശരി, ചെയ്തവൻ അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധമുഖത്തേക്ക് പോകുന്നവരോട് പോലും പറഞ്ഞ വാചകം എന്താ? ലാ തഖ്തഉ ശജറതൻ മുസ്മിറ, പഴം കായ്ക്കുന്ന മരം ഒരിക്കലും നീ കണ്ടിച്ചു പോകരുത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല തന്റെ സൈന്യത്തിന് കൊടുത്ത ബോധനത്തിൽ പ്രധാനമെന്താ? ഇത്തഖുല്ലാഹ ഫിൽ ഫല്ലാഹീന അല്ലദീന ലാ യൻസിബൂന ലകുമുൽ ഹർബ്, നിങ്ങളോട് സമരത്തിന് വരാത്ത കർഷകരുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാലത്ത് നിങ്ങൾ കൃഷിയിടം നശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായി സമൂഹത്തോട് ബോധിപ്പിച്ച ഇസ്ലാമിന്റെ പൂർവ്വകാല ഉത്ബോധനങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക നിങ്ങൾ. അവിടെ പ്രകൃതിയെ സ്നേഹിക്കുന്ന മാനദണ്ഡം കാണാൻ കഴിയും. ഈ പ്രകൃതിയെ സ്നേഹിച്ചതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തോട് നമുക്കിത് പറഞ്ഞു കൊടുത്തുകൂടെ? ലോകത്തിനിത് പറഞ്ഞു കൊടുത്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചാനലിലൂടെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പന്ഥാവിലൂടെ സമൂഹത്തെ ഇത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടിയാണ് നമ്മളിത് സംഘടിപ്പിച്ചുകൊണ്ട് ഈ സന്ദേശ പ്രചരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. ഇസ്ലാമിനെ വികലമാക്കി ജനസമൂഹത്തെ ചൂഷണ വിധേയരാക്കി അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ജനസമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ ത്വരീഖത്തുകളിലേക്ക് കൊണ്ടുപോയി യഥാർത്ഥത്തിന്റെ പന്ഥാവിൽ നിന്ന് അവരെ അകറ്റി അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വ്യാജങ്ങൾ സമൂഹത്തിന് പ്രചരിപ്പിച്ച് പണം പിരിക്കാൻ അവസരമുണ്ടാക്കുന്ന എല്ലാ ദുശക്തികളെയും മാറ്റി നിർത്തുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. അതാണ് സുന്നി യുവജന പ്രസ്ഥാനത്തിന്റെ ദൗത്യം. പാണക്കാട് സയ്യിദ് പൂക്കോയത്തങ്ങൾ പിടിച്ച കൊടിയാണ് നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി തോടിലേന്താൻ പോകുന്നത്. ആ കൊടി ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല മേഖലയിലേക്കും ഉയർത്തിപ്പിടിക്കണമെന്ന് ബഹുമാനപ്പെട്ടവർക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആലിക്കുടിയുടെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. സമഗ്ര ചരിത്രം പരിശോധിച്ചാൽ കാണാം, സൂഫിയനായിരുന്ന ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയുടെ സ്വപ്നമായിരുന്നു അത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഈ ബാംഗ്ലൂരിന്റെ ഈ മേഖലയിൽ വന്നുകൊണ്ട് ഈദ്ഗാഹിൽ വന്നുകൊണ്ട് നമ്മൾ സംഘടിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഹാജരായിരിക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തന ഫലമായി ഒന്നും അറിയാത്ത, സന്ദേശമെത്താത്ത, ദഅവത്തെത്താത്ത നോർത്ത് ഇന്ത്യൻ മുസ്ലിമിന്റെ ഏതെങ്കിലും മേഖലയിലേക്ക് നമുക്കൊരു ചെറിയ സന്ദേശത്തിന്റെ പ്രചരണമെത്തിക്കാൻ കഴിഞ്ഞാൽ അതുമതി നമുക്ക് ധന്യരാകുവാൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഒരു പ്രസംഗം കേൾക്കേണ്ട ആ മൂടിലല്ല നിങ്ങളെന്ന് എനിക്കറിയാം. കാരണം തിരിച്ചു പോകാനുള്ള വിളിയാളത്തിന്റെ മുമ്പിൽ. അതുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന് നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നവർക്ക് വേണ്ടിയും ഇതിന് കഠിനാധ്വാനം ചെയ്തവർക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണമെന്ന ഹൃദയനിർഭരമായ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അല്ലാഹു നമ്മുടെ ഈ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് നല്ല പ്രവർത്തനം നടത്തി ഫാസിസ്റ്റ് ഇന്ത്യയിൽ ഇസ്ലാമിനെ മോശമാക്കുവാനും മുസ്ലിംകൾക്കെതിരെ നിയമം കൊണ്ടുവരാനും ശ്രമിക്കുന്നവർക്കെതിരെ സത്യമിന്നതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഇസ്ലാമിന്റെ ഫ്രട്ടേണിറ്റി അത് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഘമായി മുന്നോട്ട് വരാൻ പടച്ചറപ്പ് തുറക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ വിടവാങ്ങുന്നു.